വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സൗണ്ട് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ നമ്മളെ വ്ളോഗ് 3 ആണ്. യെസ്, അപ്പം ഇന്ന് എനിക്ക് എക്സാം ഉണ്ട്, കോളേജിൽ പോകണം. ഇന്ന് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ആണ്. സോ മെത്തേഡ്സ് ഓഫ് ഷൂട്ടിംഗ്, അപ്പോൾ അതിൻ്റെ വൈവയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ച് വരാനായി എനിക്കൊന്ന് പ്രതീക്ഷിക്കുന്നു. അറിഞ്ഞുവിടാം എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം നോക്കാം. കേസ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് പറ്റി പോണിറ്റെയിൽ ഇട്ടൊരു തലവേന എടുത്തു, ഇങ്ങനെ സെൻട്രൽ പാർട്ടീഷൻ എടുത്തു. അപ്പോൾ ഇന്ന് വൈകിട്ട് എല്ലാവരുടെയും ഫോട്ടോ ബുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്തു. അപ്പം ഞാനാണ് അന്ന് എൻ്റെ ഇരിക്കുന്നത്, അപ്പോൾ അത് കൊണ്ടുപോകണം. അപ്പം അതൊക്കെയാണ് നമുക്കിപ്പോൾ. അങ്ങനെ ഞാൻ കോളേജിലോട്ട് പോവുകയാണ്. സോ ഈ ഞങ്ങളുടെ ക്ലാസ്സിൽ 10 പേരാണുള്ളത്. അപ്പോൾ 10 പേരുടെ സാധനങ്ങൾ എൻ്റെ കയ്യിലായിരുന്നു. കുറച്ച് ഭാരം ഉണ്ടായിരുന്നു, പക്ഷേ വലിയ സീനൊന്നും ഉണ്ടാവില്ല. ഇതാണ് എൻ്റെ ഫോട്ടോ ബുക്ക്. സോ അങ്ങനെ ഇത് ഞാൻ എടുത്ത കുറച്ചധികം ഫോട്ടോസൊക്കെ ഇതിനകത്തുണ്ട്. ഫസ്റ്റ്ലി എനിക്കിത് പ്രിൻ്റ് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു ബേസിക്കലി സാധനം. അപ്പോൾ അതാണ്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം നമുക്ക് മറ്റേ പ്രാക്ടിക്കൽ എക്സാം ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബുക്ക്ലെറ്റ്സൊക്കെ കുറച്ച് നേരത്തെ തന്നു. നമ്മളതൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് അവിടെ എല്ലാവരും ഇങ്ങനെ ചുമ്മാ ഒരു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് കളിച്ചിങ്ങനെ ഇരിക്കും. നമുക്ക് എന്താ പറയുക, പോയിട്ട് ഫോട്ടോ എടുക്കണം. അവർ ഒരു നമുക്ക് ഓരോരുത്തർക്കും ഓരോ സാധനം തരും. നമ്മൾ ലോട്ടിട്ട് സെലക്ട് ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് ഞാൻ അവിടെ എക്യുപ്മെൻറ്റ് റൂമിൽ നിന്ന് ക്യാമറയൊക്കെ എടുത്ത് കോളേജിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പര നടന്നു. അങ്ങനെ ഞാനൊരു 3-4 ഫോട്ടോ എടുത്തു. പക്ഷെ നമുക്ക് ഒരെണ്ണം മാത്രമേ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചെടുത്താലേ നമുക്ക് അറിയാൻ പറ്റില്ല ഏതാ നല്ലതെന്ന്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ഏതെടുക്കണമെന്ന്. പക്ഷേ ഫൈനലി ഒരെണ്ണം സബ്മിറ്റ് ചെയ്തു. എനിക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരെണ്ണം പർച്ചർ കറക്റ്റ് ആക്കാനായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ. സോ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഓരോരുത്തർക്കും ഓരോ ടോപ്പിക്കാണ് കിട്ടിയത്. മറ്റേ ലോട്ടിട്ട് എടുക്കുന്ന പോലെ ഓരോന്ന്. അപ്പോൾ എനിക്ക് കിട്ടിയത് ISOൻ്റെ വാല്യൂ തന്നു, ഷട്ടർ സ്പീഡ് തന്നു, അപ്പാർച്ചർ കറക്റ്റാക്കി കറക്റ്റ് ലൈറ്റിലുള്ള ഫോട്ടോ എടുക്കും. ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. തിരിച്ചൊരു 12 മണിയാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈബ് പോലെ ഉണ്ടാവും നമ്മളെടുത്ത ഫോട്ടോസ്. ഇതല്ലാതെ നമ്മൾ വെച്ചിട്ടുള്ള ഫോട്ടോസ് ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട്. അപ്പം അതാണ്. സോ തെച്ചി ഞാനിപ്പോൾ കോളേജിലാണ്. നല്ല വെയിലുണ്ട്. 2 കെൽവിനോ? എന്താണ് എനിക്ക് സബ്ജക്റ്റ് കിട്ടിയേ? എടുത്തോ? നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് 12:30 എത്തണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. സോ ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവാണ്. ഇനിയാണ് നമുക്ക് എല്ലാവർക്കും വൈവേ ഉള്ളത്. എക്സ്റ്റേണലിൽ വരുമായിരുന്നു. അങ്ങനെ വൈവേക്ക് ഞങ്ങൾ എല്ലാവരും പോയി. അതൊക്കെ കാണും. എക്സാം കഴിഞ്ഞ് ഞാനിവിടെ റൂമിലെത്തി. അപ്പം വൈവേ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെടുത്ത ഫോട്ടോസ് വെച്ചിട്ടൊക്കെയാണ് ചോദിച്ചതൊക്കെ. അപ്പോൾ അതുകൊണ്ട് വെൽ. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ഫ്രൈഡേ ഉള്ളൂ എക്സാം. അതും പ്രാക്ടിക്കലാണ്. തിയറി 2 ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ഹോസ്റ്റലിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി ചായ കുടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ. ഓക്കെ. അങ്ങനെ ഞാൻ കുളിച്ച് നല്ല ഫ്രഷായി എന്നിട്ട് ചായ കുടിക്കാനുള്ള പ്ലാനിൽ താഴെ പോയി. സോ അന്ന് സ്നാക്സ് എനിക്ക് എന്തോ ഇഷ്ടമല്ലാത്തൊരു ഐറ്റമായിരുന്നു. അവിടെ ഏറ്റവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് പഴംപൊരിയാണ്. അപ്പോൾ അന്ന് ഞാനന്ന് വൈകിട്ട് കഴിച്ചില്ല, ഉച്ചയ്ക്ക് കഴിച്ചാണല്ലോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര വിശക്കുന്നവർ പോയിട്ട് അടുത്തൊരു ഷോപ്പിൽ നിന്ന് മോമോസ് കഴിച്ചു. ആൻഡ് നമ്മൾ പിന്നെ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു റൂമിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതായിരുന്നു അന്നത്തെ ഒരു ദിവസം. നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ ഭയങ്കര ആഡംബരമായ കൺക്ലൂഷൻ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ബൈ.